എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് അബി ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അബിയുടെ മനസ്സിൽ അമ്മ പറഞ്ഞ വാക്കുകളൊക്കെയാ. അമ്മ ഉടനെ കോടതിയെ സമീപിക്കുമെന്ന്. അച്ഛനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമില്ല പോലും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷെങ്കില് ഈ റിസോർട്ടിന്റെ പേരിലാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരുപോലെ ജീവിക്കണം. ഇത്രയും കാലം അവരകന്ന് കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം പോലും മാറിക്കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് കടന്നു വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, എന്താ അബിയേട്ടാ ഒരാലോചനയെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്കറിയാം അബിയേട്ടന്റെ മനസ്സിൽ എന്താന്ന്. അച്ഛനെ കുറിച്ചുള്ള ചിന്തകളല്ലേ. അച്ഛനും അമ്മയും കൂടെ വേർപിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഓർത്തല്ലേ. അതൊന്നും ഓർത്ത് അബിയേട്ടൻ വിഷമിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എനിക്കറിയില്ല ജാനകി, എന്റെ മനസ്സ് വല്ലാതെ പെടഞ്ഞിരിക്കുക. ഞാൻ അമ്മയോടൊന്ന് പോയി സംസാരിക്കട്ടെ. ഒരു പക്ഷേങ്കില് ഞാൻ പറഞ്ഞ അമ്മ അനുസരിക്കുമായിരിക്കും എന്നറിയാം. നല്ല കാര്യം, ചെന്ന് സംസാരിച്ചു നോക്ക്. ഒരു കാരണവശാലും അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനിയിപ്പം അച്ഛൻ പറഞ്ഞിട്ട് അനുസരിക്കാത്ത അമ്മ അബിയേട്ടൻ പറഞ്ഞ് അനുസരിക്കുമെന്ന് ചോദിക്കാം. എന്നാലും എനിക്കൊന്ന് പറയാലോ എന്ന് പറയാണ്. അങ്ങനെ അബി നേരെ മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് അവന്റെ ചില കണക്കൂട്ടുകളും പരിപാടികളൊക്കെ നടത്തുവാണ്. ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ആ ലച്ചുവിനെ ഒരു പാഠം പഠിപ്പിക്കണം, ജാനകിനെ ഒരു പാഠം പഠിപ്പിക്കണം, രണ്ടിനും വരച്ച വരെ നിർത്തണം, രണ്ടുപേർക്കൊട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സുമകല മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന ചോദിക്കാം. എന്താ ആലോചിക്കാൻ എന്റെ മുത്തശ്ശി? ഇവിടെ വന്ന് കേറിയതിന് ശേഷം സ്വസ്ഥത സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ മോൾക്ക് എന്താ പറ്റി? അല്ല, ആ ലച്ചുവിന്റെ കോളേജ് ഇപ്പൊ എങ്ങനെയല്ലേ ഒന്ന് മുടക്കണം എന്ന് പറയാം. ഓ, അതാണ് ആ കാര്യം. അത് ഈസി ആയിട്ടല്ലേ. അവളെ ഇനി തൊട്ട് കോളേജിൽ വരേണ്ടത് നമുക്ക് തീരുമാനിച്ചാ പോരെ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരു കാരണം വേണം. ഈ പറയുന്ന അമലും അല്ലെങ്കിൽ അഭിറാമൊക്കെയാണ് അവളെ കോളേജിൽ കൊണ്ടുവിടുന്നത്. ഇപ്പൊ അവളെ പോവണ്ടെന്ന് നമ്മൾ തീർപ്പ് കൽപ്പിച്ച് അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ഉറപ്പായിട്ടും വിട്ടിരിക്കും. അവളെ ഇവിടെ വീട്ടിൽ ഇരുത്താനൊന്നും പോകുന്നില്ല. പോരാത്തിന് അമൽ എന്തോ ഒരു വാശി പോലെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, മോളെ അവിടെയാണ് നീ നിന്റെ കഴിവ് പ്രയോഗിക്കണ്ടേ. എന്തെങ്കിലും ഊടായ്പ പറഞ്ഞാൽ നീ അവളെ വീട്ടിലെത്താൻ നോക്ക്. അവള് കോളേജിൽ പോവരുത്. അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നോക്കാൻ പറയണം. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും മതി. പിന്നെ അവൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? ഓ, അത് ശരിയാ. പക്ഷെ അവൾക്ക് എങ്ങനെ അപകടം വരും അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നീ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്ക് എന്നൊക്കെ അപർണയോട് പറഞ്ഞിട്ട് സുമംഗലാമ്മ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയമാണ് അഭി നേരെ പ്രഭാത മുറിയിലേക്ക് ഇല്ലാണ്. അപ്പൊ പ്രഭാവതി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക. പ്രഭാവതിയുടെ മനസ്സിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലമായിട്ടും സൂര്യനാരായണൻ തന്നോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ എന്നൊരു ചിന്തയുണ്ട്. ആ റിസോർട്ട് എഴുതി കൊടുത്ത കാര്യമൊക്കെ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ എതിർക്കില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാ തന്നോട് മറച്ചു വെച്ചേ? അപ്പൊ സൂര്യനാരായണന്റെ മനസ്സിലാണെങ്കിൽ പൊട്ടാൻ പാത്രം വലിയൊരു ബോംബുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്നവർക്ക് ആർക്കും അറിയത്തില്ല. കാരണം അഭി ആരാന്നുള്ള സത്യം അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പൊ കിട്ടേണ്ട കാര്യങ്ങളും കൂടെ കിട്ടത്തില്ല എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കണം സൂര്യനാരായണൻ നേരത്തെ തന്നെ റിസോർട്ടൊക്കെ എഴുതി വെച്ചേ. തന്റെ കാലശേഷം എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റില്ലല്ലോ. ആ സമയം നേരെ അഭി അമ്മയുടെ അടുത്തേക്ക് വരുവാണ്. പ്രഭാവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രഭാതി കണ്ണടിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് അമ്മയെന്ന് വിളിക്കുവാണ്. അമ്മയെന്ന് വിളിച്ചപ്പോൾ കണ്ണു തുറന്നില്ല. കണ്ണു തുറക്കാതെ കിടക്കുകയാണ്. പെട്ടെന്ന് അഭി ആ കാലിലേക്ക് പിടിക്കുവാണ്. ക്ഷമ പറയുന്ന പോലെ കാലിലേക്ക് പിടിക്കുകയാണ്. പ്രഭാതി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. അപ്പൊ ഒന്ന് കാണുന്ന അബീനെയാണ്. തന്റെ കാലിലേക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അബീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാതി ചാടി ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് അബി പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കമ്മേന്ന് പറയണം. ക്ഷമിക്കാനോ എന്തിനാ? അല്ലമ്മേ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പൊറുക്കണം. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്തിട്ടില്ല. പണത്തിനോ സ്വത്തിനോ വേണ്ടി ഞാൻ ഒന്നും മോഹിച്ചിട്ടില്ല. അത് അമ്മയ്ക്ക് ആരേക്കാളും കൂടുതലായിട്ട് അറിയാലോ. എന്റെ ബാങ്ക് ബാലൻസ് തന്നെ ചെക്ക് ചെയ്ത് അമ്മയ്ക്കറിയാം. ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ജാനകിയുടെ അവസ്ഥ. അവൾ ഇവിടുത്തെ സ്വത്തും പണമൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയാം. ഇനിയിപ്പോ ആ റിസോർട്ടിന്റെ പേരിലാണെങ്കിൽ അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുന്നത് അമ്മയും അച്ഛനും തമ്മിൽ വേർപിരിയുവാന്ന് പറഞ്ഞെങ്കിൽ ആ റിസോർട്ടിനെ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാണ് ശരി, ഞാൻ ആ റദ്ദാക്കിക്കോളാം. അമ്മ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പ്രഭാവതി ഒന്നും മിണ്ടില്ല. എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? ഞാൻ അത്രയ്ക്ക് അന്യനായി പോയോ? ഞാൻ വേറൊരു അമ്മയുടെ വയറ്റിൽ പിറന്ന എന്റെ തെറ്റല്ലല്ലോ. ഞാൻ ചെയ്ത തെറ്റല്ല. ഒരു പക്ഷെ ഞാൻ നേരത്തെ എന്റെ അമ്മയുടെ മുഖം കാണുമായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ രണ്ടമ്മമാരുടെ മുഖം കണ്ടാനും. പക്ഷെ ഇപ്പോഴങ്ങനെയില്ല. എന്റെ മനസ്സിൽ ഒരമ്മയുടെ മുഖം മാത്രമേ ഉള്ളൂ, ഈ നിൽക്കുന്ന അമ്മയുടെ മുഖം മാത്രം. അതുകൊണ്ട് അമ്മയെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നേ പ്രഭാവതി അമ്മേനെ കുറിച്ച് മാത്രമാണെന്ന് പറയാം. പ്രഭാവതിക്ക് ഇത് കേട്ടപ്പോ നെഞ്ചുപൊട്ടുന്ന പോലൊക്കെ തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ കട്ടക്കലിപ്പിൽ ഇരിക്കുവാണല്ലോ. പ്രഭാവതി പറഞ്ഞു, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. നീ നിന്റെ അച്ഛനോട് പോയി പറയാൻ പറയാം.
അച്ഛനോട് ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചു. അമ്മ ഇനി ആ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വെറുതെ എന്തിനാ ഓരോന്നൊക്കെ ചിന്തിച്ച്. അച്ഛന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? അച്ഛന് പഴയ പോലുള്ള ആരോഗ്യമൊന്നുമില്ല. അച്ഛനിപ്പോ വയ്യാണ്ടായിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാം. ഇപ്പം അമ്മ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ സ്ഥിതി എങ്ങനെയാവും എന്നൊക്കെ ചോദിക്കണം. പ്രഭാവതി പറഞ്ഞു, ഇപ്പൊ ഞാനില്ലെങ്കിലും കാര്യങ്ങൾ നോക്കാണ്ട് ഇവിടെ ആളുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിക്കുക. അതങ്ങനെയാണോ അമ്മേ? അമ്മയ്ക്ക് പകരം അമ്മ മാത്രം അല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. പ്രഭാതി പറഞ്ഞു, അതെ, എനിക്ക് കുറച്ചേരം സ്വസ്ഥയോടെ കിടക്കണം, നീ ഒന്ന് പോകാൻ പറയണം. ഓ, ഞാൻ വന്നത് അമ്മയ്ക്ക് ഇപ്പം പിടിച്ച് കാണത്തില്ല, അമ്മയ്ക്ക് സങ്കടമായിരിക്കും അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും എന്നോടല്ലേന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല അബി, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കുക. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് പോകും, എനിക്ക് ഇത്തിരി സമാധാനത്തോടെ എവിടെയും ഒന്ന് കിടക്കണമെന്ന് പറയണം എന്നും പറഞ്ഞ് അങ്ങനെ കിടന്നു കഴിയുമ്പോഴത്തേനും അബി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും ജാനകി വെച്ച് എന്തായി കാര്യങ്ങൾ, അമ്മ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക. അമ്മ എന്ത് പറയാനാ, അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചു. അച്ഛന്റെ കയ്യെ കാലം വീണിട്ടാണെങ്കിലും ആ വിൽപ്പത്രം റദ്ദി വയ്ക്കാനായിട്ട്. ഇനി അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയണം. ഷാനി പറഞ്ഞു, അബിയേണ്ട എന്തൊക്കെയാ പറയണേ? ആ വിൽപ്പത്രം റദ്ദി ചെയ്യാനോ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് അബിയേണ്ട വാങ്ങി തന്നല്ലേ. ഒരു പക്ഷെ ആ വിൽപ്പത്രം റദ്ദി ചെയ്യാനൊക്കെ പോയ അച്ഛനെ മാനസികമായിട്ട് തളർത്തിന്നിരിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞ അമ്മേനേക്കാളും കൂടുതൽ അച്ഛനെ തളർത്തുന്ന അബിയേണ്ടാണ്. അബിയേണ്ടൻ അത്രമാത്രം അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛനോട് ഇനിയിപ്പോ അത് റദ്ദാക്കുന്നതിനെ കുറിച്ചൊന്നും പറയണ്ട. സ്വത്തിനോ പണത്തിനോ വേണ്ടിട്ടല്ല, അതവിടെ കിടന്നോട്ടെ. ഈ വഴക്കുകളും പിടക്കളും കുറച്ചാൾ കഴിയുമ്പോൾ പൊക്കോളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം അവരാൻ പറഞ്ഞു, അങ്ങനെ പോകുന്ന എനിക്ക് തോന്നില്ല. അജയുടെ സ്വഭാവം അറിയാലോ. അമ്മന് പിന്നെ കുഴപ്പമില്ല, പക്ഷെ അജയ് വെറുതെ ഇരിക്കില്ല. അവന് എങ്ങനെയെങ്കിലും ആ റിസോർട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുമെന്ന് പറയണം. അവനങ്ങനെ നടക്കുവാണെങ്കിൽ അവന്റെ റിസോർട്ടിന്റെ അവനും വിറ്റോട്ടെ. അച്ഛന്റെ സ്വത്തിലൊരു വീതം അഭിയേട്ടൻ എഴുതി തന്നു. അതിനകത്ത് ഇപ്പൊ എതിർക്കേണ്ട ഒരു കാര്യമില്ല അഭിയേട്ടാ. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടുപേരും തന്നെയാണ്, കുഴപ്പമില്ല. നമ്മുടെ കൂടെ പൊന്നുമുണ്ട്. ഇപ്പോഴും അഭിയേട്ടനാണെങ്കിൽ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അതിനും വരുമാനവും ഇല്ല. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അവരാൻ പറഞ്ഞു, എനിക്കതൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴേ നിമിഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുന്നതെന്നും കൂടെ പറയാൻ പറ്റില്ലെന്ന് പറയണം. ജാനകി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അഭിയേട്ടൻ പെട്ടെന്ന് എടുത്തിയാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട, എല്ലാം ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ട് വന്നു. നിരഞ്ജനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ചോദിച്ചു, അല്ല അജയ് വന്നില്ലേന്ന് ചോദിക്കുക. വില്ല വന്നില്ല, ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. ആരെങ്കിലും കാണുമായിരിക്കും, ഏതെങ്കിലും ക്ലയന്റ് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയിരിക്കും എന്ന് പറയണം. ഈ സമയം അജയ് ഹണിറോസിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഹണിറോസ് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ, റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. അതെങ്ങനെയായി തീരും എന്തായി തീരും ഒന്നും അറിയത്തില്ല. ഞാൻ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അഭിയേട്ടൻ എന്തെങ്കിലും അലിവ് തോന്നി ഇനിയിപ്പം അച്ഛനോട് സംസാരിക്കുവാണെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവെന്ന് പറയാം. അത് കേട്ട് ഞാൻ ഹണിറോസ് പറഞ്ഞു, ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അധികം നാൾ പോകാനൊന്നും പറ്റില്ല. അറിയാലോ, എത്രയും പെട്ടെന്ന് പണം കിട്ടണം. പണം ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടപ്പ് ബിസിനസ് എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. എനിക്കിനി അധികം നാൾ ഇവിടെ പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ പങ്ക് നീ തന്നേ തീരുള്ളൂ എന്ന് പറയണം. അജയ് ആകെപ്പാടെ വെട്ടിലായിപ്പോയി. ഇതെങ്ങാനും നിരഞ്ജനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നുള്ള കാര്യം ഉറപ്പായി. ഉണ്ണിത്താമ്പാക്കിൽ വെറുതെ ഇരിക്കാനും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.